എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2015 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അഥവാ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിൽ കുട്ടി ഉത്തരം പറയുമ്പോൾ ടീച്ചർ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും മികച്ച ഉത്തരം എന്ന് പറയുകയും ചെയ്തു. ഇവിടെ ടീച്ചർ ഏതു തരം പ്രബലനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ കുട്ടി ഉത്തരം പറയുമ്പോൾ ടീച്ചർ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും മികച്ച ഉത്തരം എന്ന് പറയുകയും ചെയ്തു. ഇവിടെ ടീച്ചർ ഏതു തരം പ്രബലനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എ. പോസിറ്റീവ് വാചിക പ്രബലനം. ബി. നെഗറ്റീവ് അവാചിക പ്രബലനം. സി. പോസിറ്റീവ് വാചികവും അവാചികവുമായ പ്രബലനം. ഡി. നെഗറ്റീവ് വാചിക പ്രബലനം. ഏതാണ് ഉത്തരം? സി ആണ് ഉത്തരം. വാചികമായ പ്രബലനമുണ്ട്, അഥവാ പറയുന്നുണ്ട്. വാചികം എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറഞ്ഞാൽ വാക്ക്, പറയാ അല്ലേ? മികച്ച ഉത്തരം എന്ന് പറയുന്നുണ്ടല്ലോ. അവാചികമായ പ്രബലനം, അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു, അതാണ് അവാചികമായ പ്രബലനം. അപ്പൊ ഇത് രണ്ടും ഇവിടെ നടന്നിട്ടുണ്ട്. പോസിറ്റീവ് വാചികവും അവാചികവുമായ പ്രബലനം. സി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 2. വികസനോന്മുഖ തരണി. വികസനോന്മുഖ തരണി എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? എ. B.F. സ്കിന്നർ. ബി. ഹേവിഗേസ്റ്റ്. സി. തൊണ്ടൈക്ക്. ഡി. പാവ്ലോവ്. വികസനോന്മുഖ തരണി എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ബി ആണ്, ഹേവിഗേസ്റ്റ്. ഹേവിഗേസ്റ്റ് ആണ് വികസനോന്മുഖ തരണി എന്ന ആശയം അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ചോദ്യം. അമ്മേ, എനിക്കൊരു ട്രോഫി നൽകുകയാണെങ്കിൽ ഞാൻ നന്നായി പെരുമാറാം. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ധാർമ്മിക വികസനത്തിന്റെ ഏതു ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അമ്മേ, എനിക്കൊരു ട്രോഫി തരികയാണെങ്കിൽ ഞാൻ നന്നായി പെരുമാറാം. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ധാർമ്മിക വികസനത്തിന്റെ ഏതു ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? എ. യാഥാസ്ഥിക പൂർവഘട്ടം, പ്രീ കൺവെൻഷനൽ. ബി. യാഥാസ്ഥിതിക ഘട്ടം, കൺവെൻഷനൽ. സി. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഡി. വ്യവസ്ഥാപിതാനന്തര ഘട്ടം, പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജ്. ഉത്തരം എ ആണ്, യാഥാസ്ഥിതിക പൂർവഘട്ടം, പ്രീ കൺവെൻഷനൽ സ്റ്റേജ്. ആ ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പറയാ, ഈ രീതിയിൽ പെരുമാറുക. അമ്മേ, എനിക്കൊരു ട്രോഫി തരികയാണെങ്കിൽ ഞാൻ നന്നായിട്ട് പെരുമാറാം. നാലാമത്തെ ചോദ്യം. SSLC പരീക്ഷയിൽ പരാജയപ്പെട്ട സന്തോഷ് തന്റെ അച്ഛൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് ഏത് തരം പ്രതിരോധ തന്ത്രമാണ്? SSLC പരീക്ഷയിൽ പരാജയപ്പെട്ട സന്തോഷ് തന്റെ അച്ഛൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് ഏത് തരം പ്രതിരോധ തന്ത്രമാണ്? എ. താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ. ബി. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. സി. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ഡി. നഷ്ടപരിഹരണം അഥവാ കോമ്പൻസേഷൻ. ഉത്തരം എ ആണ്, താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ. എ ആണ് ഉത്തരം. 5. കുട്ടികൾ അവർക്ക് ചുറ്റും കാണപ്പെടുന്ന ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വികാരങ്ങൾ ഉണ്ടെന്ന് കരുതി പെരുമാറുന്നത് ഏത് കാലഘട്ടത്തിലാണ്? കുട്ടികൾ അവർക്ക് ചുറ്റും കാണപ്പെടുന്ന ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വികാരങ്ങൾ ഉണ്ടെന്ന് കരുതി പെരുമാറുന്നത് ഏത് കാലഘട്ടത്തിലാണ്? എ. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ബി. ഉദഹന ഘട്ടം, ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. സി. പ്രീ കൺസെപ്ച്വൽ ഘട്ടം, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. ഡി. സമൂർത്ത ചിന്തന ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഏതാണ്? ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വികാരങ്ങൾ ഉണ്ടെന്ന് കരുതി പെരുമാറുന്നത്? ഉത്തരം
സി ആണ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 6. പരീക്ഷയിൽ കോപ്പി അടിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുകയും ചെയ്ത രാജു ടീച്ചറെ സമീപിച്ച് മാപ്പപേക്ഷിച്ചു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ രാജുവിന്റെ വ്യക്തിത്വത്തിന്റെ ഏത് ഘടകമാണ് അവനെ കൊണ്ട് മാപ്പപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചത്? ഒന്നുകൂടി വായിക്കാം. പരീക്ഷയിൽ കോപ്പി അടിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുകയും ചെയ്ത രാജു ടീച്ചറെ സമീപിച്ച് മാപ്പപേക്ഷിച്ചു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ രാജുവിന്റെ വ്യക്തിത്വത്തിന്റെ ഏത് ഘടകമാണ് അവനെ കൊണ്ട് മാപ്പപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചത്? എ. ഈഗോ, ബി. ഇദ്, സി. സൂപ്പർ ഈഗോ, ഡി. ഇലക്ട്രാ കോംപ്ലക്സ്. ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ്. സൂപ്പർ ഈഗോ. സി ആണ് ഉത്തരം. 7. ആൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ സർവ്വമേഖലയിലും വ്യാപരിച്ചു കാണുന്ന സവിശേഷകത്വം ഏതാണ്? ആൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ സർവ്വമേഖലയിലും വ്യാപരിച്ചു കാണുന്ന സവിശേഷകത്വം ഏതാണ്? എ. പ്രധാന സവിശേഷകത്വം, സെൻട്രൽ ട്രെയ്റ്റ്സ്. ബി. ദ്വിതീയ സവിശേഷകത്വം, സെക്കൻഡറി ട്രെയ്റ്റ്സ്. സി. പ്രമുഖ സവിശേഷകത്വം, കാർഡിനൽ ട്രെയ്റ്റ്സ്. ഡി. പൊതു സവിശേഷകത്വം, കോമൺ ട്രെയ്റ്റ്സ്. ഉത്തരം സി ആണ്. പ്രമുഖ സവിശേഷകത്വം, കാർഡിനൽ ട്രെയ്റ്റ്സ്. 8. പഠനത്തെ സ്വാധീനിക്കുന്ന അധ്യാപകരുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏവ? പഠനത്തെ സ്വാധീനിക്കുന്ന അധ്യാപകനുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏവ? എ. ശരിയായ ഇരിപ്പിടം സജ്ജീകരിക്കൽ. ബി. വിഷയത്തിലുള്ള പ്രാവീണ്യം. സി. വ്യത്യസ്തങ്ങളായ ബോധന രീതികളുടെ അവലംബം. ഡി. കുട്ടികളുടെ മുന്നറിവ്. ഇവയിൽ അധ്യാപകനുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇവിടെ വിഷയത്തിലുള്ള പ്രാവീണ്യം അധ്യാപകനുണ്ടായിരിക്കണം. വ്യത്യസ്തങ്ങളായ ബോധന രീതികളുടെ അവലംബം അതും ചെയ്യേണ്ടത് അധ്യാപകൻ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും വരുന്നത് ഏതാണ്? ബി ആണ്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ഇതിന് ഉത്തരമായിട്ടുള്ളത്. വിഷയത്തിലുള്ള പ്രാവീണ്യം, വ്യത്യസ്തങ്ങളായ ബോധന രീതികളുടെ അവലംബം, ഇത് രണ്ടുമാണ് അധ്യാപകനുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. 9. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? എ. വികാരങ്ങൾ താൽക്കാലികമാണ്. ബി. വികാരങ്ങൾ ക്ഷണികമാണ്. സി. വികാരങ്ങൾ ചഞ്ചലമാണ്. ഡി. വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? കുട്ടികളുടെ വികാരങ്ങൾ താൽക്കാലികമാണ്, ശരിയാണ്. കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണികമാണ്. കുട്ടികളുടെ വികാരങ്ങൾ ചഞ്ചലമാണ്. അല്ലെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ഉണ്ടായാൽ ചിരിക്കുകയും ചെയ്യും. അതാണ് ചഞ്ചലം, മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവസാനത്തത് വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നത് ശരിയല്ല. കുട്ടികൾ കരയാറുണ്ട്, ചിരിക്കാറുണ്ട്, ആ വികാര പ്രകടനമാണ്. അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന, ഡി ആണ്. 10. വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏതാണ്? വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത്? എ. ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. ബി. സ്വാഭിപ്രേരണ, സെൽഫ് മോട്ടിവേഷൻ. സി. അനുതാപം, എംപതി. ഡി. നിർവികാരത. ഇതിലേതാണ് വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത്? ഉത്തരം ഡി ആണ്, നിർവികാരത. അത് വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ല. ആത്മനിയന്ത്രണം, സ്വാഭിപ്രേരണ, അനുതാപം എന്നിവ വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങളാണ്. 11. ചാക്രിക ആരോഹണ കരിക്കുലം
ചാക്രിക ആരോഹണ കരിക്കുലം ആരുടെ സംഭാവനയാണ്? എ. ജെ.എസ്. ബ്രൂണർ, ബി. ലവ് വൈഗോട്സ്കി, സി. പിയാഷെ, ഡി. എറിക്സൺ. ചാക്രിക ആരോഹണ കരിക്കുലം ആരുടെ സംഭാവനയാണ്? ഉത്തരം എ ആണ്, ജെ.എസ്. ബ്രൂണർ. ബ്രൂണറുടെ സംഭാവനയാണ് ചാക്രിക ആരോഹണ കരിക്കുലം. 12. ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണമേത്? ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണമേത്? എ. ന്യൂസ് പേപ്പർ വായിക്കുക, ബി. ട്രോഫി ലഭിക്കുവാനായി ഫുട്ബോൾ കളിക്കുക, സി. ഒഴിവു സമയങ്ങളിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, ഡി. ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി വിളമ്പുക. ഇതിൽ ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ബി ആണ്, ട്രോഫി ലഭിക്കുവാനായി ഫുട്ബോൾ കളിക്കുക. അത് ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണമാണ്. 13. 4 വയസ്സായ കുട്ടികളിൽ കാണാൻ സാധിക്കാത്ത കായിക വികസനങ്ങൾ ഏതൊക്കെ? 4 വയസ്സായ കുട്ടികളിൽ കാണാൻ സാധിക്കാത്ത കായിക വികസനങ്ങൾ ഏതൊക്കെ? എ. ഒറ്റക്കാലിൽ ചാടി ചാടി നടക്കുക, ബി. വസ്ത്രം ധരിക്കലും അഴിക്കലും, സി. നൈപുണ്യത്തോടെ മുറിക്കുകയും ഒടിക്കുകയും നിറം കൊടുക്കുകയും ചെയ്യുക, ഡി. തലക്ക് മുകളിലൂടെ പിന്നോട്ട് എറിയുക. ഏതാണ് 4 വയസ്സായ കുട്ടികളിൽ കാണാൻ സാധിക്കാത്ത കായിക വികസനങ്ങൾ? സി ആണ്, നൈപുണ്യത്തോടെ മുറിക്കുകയും ഒടിക്കുകയും നിറം കൊടുക്കുകയും ചെയ്യുക. അത് നിറം കൊടുക്കുകയും ചെയ്യും, മുറിക്കുകയും ഒടിക്കുകയും ചെയ്യും, പക്ഷെ അത് നൈപുണ്യത്തോടു കൂടി ചെയ്യാൻ ആ പ്രായത്തിലെ കുട്ടികൾക്ക് കഴിയില്ല. സി ആണ് ഉത്തരം. 14. കുട്ടിയുടെ ബൗദ്ധിക വികസനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? കുട്ടിയുടെ ബൗദ്ധിക വികസനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? എ. കുടുംബം, ബി. സ്കൂൾ, സി. പാരമ്പര്യം, ഡി. അയൽപക്കം. ഉത്തരം എ ആണ്, കുടുംബമാണ്. കുട്ടിയുടെ ബൗദ്ധിക വികസനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബമാണ്. എ ആണ് ഉത്തരം. 15. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് സ്വമേധയാലും കഴിവുള്ള മറ്റൊരാളുടെ സഹായത്താലും ചെയ്യുവാൻ സാധിക്കുന്ന കഴിവുകൾ തമ്മിലുള്ള അന്തരമാണ്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് സ്വമേധയാലും കഴിവുള്ള മറ്റൊരാളുടെ സഹായത്താലും ചെയ്യുവാൻ സാധിക്കുന്ന കഴിവുകൾ തമ്മിലുള്ള അന്തരമാണ് എ. സോൺ ഓഫ് പെറൈറ്റൽ ഡെവലപ്മെന്റ്, ബി. സോൺ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, സി. സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, ഡി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഉത്തരം ഡി ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. 16. ക്ലാസ്സിൽ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു കുട്ടി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ചോദ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക വഴി ക്രമേണ അവന്റെ ശ്രദ്ധ പഠനത്തിലേക്ക് കൊണ്ടുവരുവാൻ ടീച്ചർക്ക് സാധിച്ചു. ഇവിടെ ടീച്ചർ സ്വീകരിച്ച മാർഗം ഏതാണ്? ക്ലാസ്സിൽ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു കുട്ടി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ചോദ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക വഴി ക്രമേണ അവന്റെ ശ്രദ്ധ പഠനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. ഇവിടെ ടീച്ചർ സ്വീകരിച്ച മാർഗം ഏതാണ്? എ. അപ്രത്യക്ഷമാക്കൽ, എക്സ്റ്റിങ്ഷൻ, ബി. പൊടുന്നനെയുള്ള പുനരാഗമനം, സി. നെഗറ്റീവ് പ്രബലനം, ഡി. ശിക്ഷ. ഇവിടെ ടീച്ചർ ശിക്ഷിച്ചിട്ടില്ല, നെഗറ്റീവ് പ്രബലനവുമില്ല, പിന്നെ അപ്രത്യക്ഷമാക്കലാണ് ഇവിടെ സംഭവിച്ചത്. എക്സ്റ്റിങ്ഷൻ, അപ്രത്യക്ഷമാക്കൽ, അതാണ് ഉത്തരം. എ ആണ് ഉത്തരം. 17. 4 കാലുള്ള ഏതു ജീവിയെ കാണുമ്പോഴും കുട്ടി അതിനെ പശു എന്ന് വിളിക്കുകയാണെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ അവനിൽ നടക്കുന്നത് ഏത് തരത്തിലുള്ള യുക്തിചിന്തനമാണ്? 4 കാലുള്ള ഏതു ജീവിയെ കാണുമ്പോഴും കുട്ടി അതിനെ പശു എന്ന് വിളിക്കുകയാണെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ അവനിൽ നടക്കുന്നത് ഏത് തരത്തിലുള്ള യുക്തിചിന്തനമാണ്?
എ നിഗമന യുക്തിചിന്ത ഇൻഡക്റ്റീവ് റീസണിങ്, ബി ആഗമന യുക്തിചിന്ത ഡിഡക്റ്റീവ് റീസണിങ്, സി ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, ഡി നിഗമന ആഗമന യുക്തിചിന്ത ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്. ഉത്തരം സി ആണ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ആണ് അവിടെ നടക്കുന്നത്. 18 കുട്ടികൾ വളരെ സജീവമാണ് എന്ന അറിവ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും? കുട്ടികൾ വളരെ സജീവമാണ് എന്ന അറിവ് ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും? എ പ്രവർത്തനോന്മുഖമായ ക്ലാസുകൾ സംഘടിപ്പിക്കും, ബി കളികളിൽ പങ്കെടുപ്പിക്കും, സി ആംഗ്യപ്പാട്ടും റോൾ പ്ലേയും സംഘടിപ്പിക്കും, ഡി കർശനമായ അച്ചടക്കം അടിച്ചേൽപ്പിക്കും. ഇവിടെ കുട്ടികൾ വളരെ സജീവമാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നാണ് ചോദ്യം. അപ്പോൾ കുട്ടികൾ വളരെ സജീവമാണെങ്കിൽ കർശനമായ അച്ചടക്കം അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അപ്പോൾ അത് മാത്രമാണ് അതിൽ പെടാത്തത്. ബാക്കി മൂന്നും പെടും. പ്രവർത്തനോന്മുഖമായ ക്ലാസുകൾ സംഘടിപ്പിക്കും, കളികളിൽ പങ്കെടുപ്പിക്കും, ആംഗ്യപ്പാട്ട് റോൾ പ്ലേയും സംഘടിപ്പിക്കും. അതൊക്കെ സാധിക്കും കുട്ടികൾ സജീവമാണെങ്കിൽ. അപ്പോൾ ഇത് മൂന്നും ഉൾപ്പെട്ട എയും ബിയും സിയും ഉൾപ്പെട്ട ഓപ്ഷൻ ഏതാണ്? എ ആണ്. അപ്പം എ എന്ന ഓപ്ഷനാണ് ശരി. 19 ആദ്യമായി സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ കരയുവാനുള്ള പ്രധാന കാരണം. ആദ്യമായി സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ കരയുവാനുള്ള പ്രധാന കാരണം. എ സാമൂഹിക ആകാംക്ഷ, ബി അപരിചിത ആകാംക്ഷ, സി വേർപിരിയൽ ആകാംക്ഷ, ഡി ഇതൊന്നുമല്ല. ഉത്തരം സി ആണ്. വേർപിരിയൽ ആകാംക്ഷ. സി ആണ് ഉത്തരം. വേർപിരിയൽ ആകാംക്ഷ. 20 പ്രക്ഷേപണ തന്ത്രത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രക്ഷേപണ തന്ത്രത്തിന് അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണമല്ലാത്തത് ഏത്? സൈക്കോളജി സംബന്ധമായ നമ്മുടെ ക്ലാസ്സുകളിൽ പ്രക്ഷേപണ തന്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൈക്കോളജി സംബന്ധമായ 25-ലേറെ വിശദമായ ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈക്കോളജി എന്ന പ്രത്യേക പ്ലേലിസ്റ്റിൽ അവയൊക്കെ കാണാവുന്നതാണ്. അവിടെ ഈ പ്രക്ഷേപണ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് എന്താണ് എന്ന് വിശദീകരിക്കുന്നില്ല. പ്രക്ഷേപണ തന്ത്രത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? എ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ബി വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സി സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, ഡി സോഷ്യോമെട്രി. ഉത്തരം ഡി ആണ്. സോഷ്യോമെട്രി. അത് പ്രക്ഷേപണ തന്ത്രമല്ല. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ് ഇവയൊക്കെ പ്രക്ഷേപണ തന്ത്രങ്ങളാണ്. 21 ഗാഗ്നെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ വാചിക അനുബന്ധ പഠനം സാധ്യമാകുവാൻ ആവശ്യമായ പൂർവാർജിത ശേഷി ഏതാണ്? ഗാഗ്നെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ വാചിക അനുബന്ധ പഠനം സാധ്യമാകുവാൻ ആവശ്യമായ പൂർവാർജിത ശേഷി ഏതാണ്? എ ശൃംഖലന പഠനം ചെയിൻ ലേണിംഗ്, ബി ആശയ പഠനം കൺസെപ്റ്റ് ലേണിംഗ്, സി വിവേചന പഠനം ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഡി തത്വ പഠനം പ്രിൻസിപ്പിൾ ലേണിംഗ്. ഉത്തരം എ ആണ്. ശൃംഖലന പഠനം അഥവാ ചെയിൻ ലേണിംഗ്. 22 ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റ് മാതൃക പ്രകാരം താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ അടങ്ങിയ പ്രവർത്തനം ഏതാണ്? ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റ് മാതൃക പ്രകാരം താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ അടങ്ങിയ പ്രവർത്തനം ഏതാണ്? ചോദ്യം: ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? എ വിവ്രജന ചിന്തനം ഡൈവർജന്റ് തിങ്കിങ്, ബി സംവ്രജന ചിന്തനം കൺവർജന്റ് തിങ്കിങ്, സി വിലയിരുത്തൽ അഥവാ ഇവാലുവേഷൻ, ഡി
വൈജ്ഞാനികം, കൊഗ്നിഷൻ. ഉത്തരം ബി ആണ്. സംവ്രജന ചിന്തനം, കൺവർജന്റ് തിങ്കിങ്. 23. കുട്ടികളിലെ സർഗാത്മകത വളർത്തുവാൻ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്? കുട്ടികളിലെ സർഗാത്മകത വളർത്തുവാൻ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്? എ. സംവ്രജന ചിന്തനം, കൺവർജന്റ് തിങ്കിങ്. ബി. യുക്തി ചിന്തനം, റാഷണൽ തിങ്കിങ്. സി. ആഗമന ചിന്തനം, ഇൻഡക്റ്റീവ് തിങ്കിങ്. ഡി. വിവ്രജന ചിന്തനം അഥവാ ഡൈവർജന്റ് തിങ്കിങ്. സർഗാത്മകത വളർത്താൻ ഏതാണ് വേണ്ടത്? ഡി ആണ്. വിവ്രജന ചിന്തനമാണ്. വിവ്രജന ചിന്തനം അഥവാ ഡൈവർജന്റ് തിങ്കിങ്. 24. ഏതു പ്രായം മുതൽക്കാണ് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സംസാരവും ചെറിയ പ്രവൃത്തികളും അനുകരിക്കാൻ സാധ്യമാവുന്നത്? ഏതു പ്രായം മുതൽക്കാണ് കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സംസാരവും ചെറിയ പ്രവൃത്തികളും അനുകരിക്കാൻ സാധ്യമാവുന്നത്? എ. 4 മാസം. ബി. 8 മാസം. സി. 6 മാസം. ഡി. 3 മാസം. ഉത്തരം ബി ആണ്. 8 മാസം. 25. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മൗലിക മുദ്രണം സാധ്യമാവുന്ന പ്രക്രിയയാണ് എ. സംവേദനം, സെൻസേഷൻ. ബി. പ്രത്യക്ഷണം, പെർസെപ്ഷൻ. സി. പരിപക്വനം, മെച്ചുറേഷൻ. ഡി. ആശയവൽക്കരണം, ഐഡിയേഷൻ. ഉത്തരം എ ആണ്. സംവേദനം, സെൻസേഷൻ. എ ആണ് ഉത്തരം. 26. പ്രവർത്തനാധിഷ്ഠിത പഠനം, ആജീവനാന്ത പഠനം, സാമൂഹിക ഉത്തരവാദിത്തത്തിനു വേണ്ടിയുള്ള പഠനം എന്നിവ ഏത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണ്? പ്രവർത്തനാധിഷ്ഠിത പഠനം, ആജീവനാന്ത പഠനം, സാമൂഹിക ഉത്തരവാദിത്തത്തിനു വേണ്ടിയുള്ള പഠനം എന്നിവ ഏത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണ്? എ. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ബി. പുരോഗമന വിദ്യാഭ്യാസം, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. സി. വ്യവഹാരാധിഷ്ഠിത വിദ്യാഭ്യാസം, ബിഹേവിയറൽ അപ്രോച്ച് എഡ്യൂക്കേഷൻ. ഡി. വൈജ്ഞാനികാധിഷ്ഠിത വിദ്യാഭ്യാസം, കോഗ്നിറ്റീവ് അപ്രോച്ച് എഡ്യൂക്കേഷൻ. ഉത്തരം ബി ആണ്. പുരോഗമന വിദ്യാഭ്യാസം, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. പ്രവർത്തനാധിഷ്ഠിത പഠനം, ആജീവനാന്ത പഠനം, സാമൂഹിക ഉത്തരവാദിത്തത്തിന് വേണ്ടിയുള്ള പഠനം എന്നിവയൊക്കെ പുരോഗമന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണ്. ബി ആണ് ഉത്തരം. 27. ദൃശ്യസ്ഥലപരമായ ബുദ്ധിശക്തി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായ ചോദ്യം ഏതാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിശക്തി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായ ചോദ്യം ഏത്? എ. 543 × 484 മൂല്യം കണ്ടെത്തുക. ബി. സ്കൂൾ കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം? സി. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഡി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പൊ ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അനുയോജ്യമായ ചോദ്യം ഏതാണ്? അതിൽ ഉത്തരം ബി ആണ്. സ്കൂൾ കോമ്പൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം? 28. പാഠഭാഗം അവതരിപ്പിക്കുന്നതിന് മുമ്പായി കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുവാനായി അധ്യാപകൻ രസകരമായ ഒരു കഥ പറഞ്ഞു. ഇവിടെ അധ്യാപകൻ തൊണ്ടൈക്കിന്റെ ഏത് പഠന നിയമമാണ് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ചത്? പാഠഭാഗം അവതരിപ്പിക്കുന്നതിന് മുമ്പായി കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുവാനായി അധ്യാപകൻ രസകരമായ ഒരു കഥ പറഞ്ഞു.
ഇവിടെ അധ്യാപകൻ തൊണ്ടൈക്കിന്റെ ഏത് പഠന നിയമമാണ് പ്രാബല്യത്തിൽ വരുത്തുവാൻ ശ്രമിച്ചത്? എ. പരിശീലന നിയമം, ലോ ഓഫ് എക്സർസൈസ്. ബി. തുടർച്ചാ നിയമം, ലോ ഓഫ് കണ്ടിന്യൂയിറ്റി. സി. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. ഡി. ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. ഉത്തരം സി ആണ്, സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. 29. കുട്ടി പരിപക്വനം നേടിയതിനു ശേഷവും ഭാഷാ വികസനം, വൈകാരിക വികസനം, സാമൂഹിക വികസനം എന്നിവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? കുട്ടി പരിപക്വനം നേടിയതിനു ശേഷവും ഭാഷാ വികസനം, വൈകാരിക വികസനം, സാമൂഹിക വികസനം എന്നിവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ. വികസനം അഥവാ ഡെവലപ്മെന്റ് ഒരു തുടർ പ്രക്രിയയാണ്. ബി. വിവിധ തരം വികസനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സി. വികസനം ക്രമബദ്ധിതമാണ്. ഡി. വികസനം പ്രവചന വിധേയമാണ്. ഉത്തരം എ ആണ്, വികസനം ഒരു തുടർ പ്രക്രിയയാണ്. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 30. നിശ്ചിത സമയ പ്രബലനത്തിന് അഥവാ ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണം ഏതാണ്? നിശ്ചിത സമയ പ്രബലനത്തിന് അഥവാ ഫിക്സഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണം ഏതാണ്? എ. ശരിയായ ഉത്തരങ്ങൾ നൽകുന്ന കുട്ടികളെയെല്ലാം അധ്യാപിക അനുമോദിക്കുന്നു. ബി. ശരിയായ 5 ഉത്തരങ്ങൾ നൽകിയ കുട്ടികൾക്ക് ടീച്ചർ മിഠായി നൽകുന്നു. സി. അധ്യാപിക എല്ലാ ആഴ്ചയിലും ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഡി. തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അധ്യാപിക സമ്മാനങ്ങൾ നൽകുന്നു. ഇതിലേതാണ് നിശ്ചിത സമയ പ്രബലനത്തിന് ഉദാഹരണം? ഉത്തരം വളരെ വ്യക്തമാണ്, സി ആണ്. അധ്യാപിക എല്ലാ ആഴ്ചയിലും ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു.